നമസ്കാരം. രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പിലേക്കുള്ള മുന്നൊരുക്കങ്ങളിലേക്ക് കടക്കുകയാണ്. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബിൽ കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ അവതരിപ്പിച്ചു കഴിഞ്ഞു. നിയമമന്ത്രി അർജുൻ റാം മേഘ്വാളാണ് ബിൽ അവതരിപ്പിച്ചത്. വോട്ടെടുപ്പിൽ ഭൂരിപക്ഷത്തിൻ്റെ അനുമതിയോടെയാണ് ബിൽ അവതരണം നടന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും ഒരേ സമയത്ത് നടത്തുന്നതാണ് ബില്ലിലെ സുപ്രധാന വ്യവസ്ഥ. പ്രതിപക്ഷത്തിൻ്റെ കനത്ത പ്രതിഷേധത്തിനിടെയാണ് ബില്ല് ലോക്സഭയിലെത്തിയത്. ഒരേ സമയം തെരഞ്ഞെടുപ്പ് എന്ന പ്രക്രിയ 2034 വരെ നടക്കില്ല എന്നും റിപ്പോർട്ടുണ്ട്. ഭരണഘടനയിലെ 82-ാം വകുപ്പ് എ, അതായത് ലോക്സഭയിലേക്കും എല്ലാ നിയമസഭകളിലേക്കും ഒരേ സമയം തെരഞ്ഞെടുപ്പ് നടത്തുക, 172, 327 വകുപ്പുകൾ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വ്യവസ്ഥകൾ ഉണ്ടാക്കാനുള്ള പാർലമെന്റിന്റെ അംഗീകാരമാണ് ഈ വകുപ്പുകളിലുള്ളത്. ഇത് ഭേദഗതി ചെയ്യാനും ബിൽ നിർദ്ദേശിക്കുന്നു. ഇതിൽ 4 ഭേദഗതികളാണ് വ്യവസ്ഥ ചെയ്യുന്നത്. 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമായിരിക്കും പ്രഖ്യാപിക്കുക. ലോക്സഭയുടെ കാലാവധി തീരുന്നതിനൊപ്പം സംസ്ഥാന നിയമസഭകളുടെയും കാലാവധി തീരുന്നതായി രാഷ്ട്രപതി വിജ്ഞാപനം ഇറക്കുന്നതടക്കമുള്ളവയാണ് ബില്ലിൽ വ്യവസ്ഥ ചെയ്യുന്നത്. കൂടാതെ കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഒറ്റഘട്ടത്തിൽ നടത്തുന്നതാണ് വ്യവസ്ഥ ചെയ്യുന്ന മറ്റൊരു കാര്യം. നിലവിൽ 2024 പൊതു തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ആദ്യ സിറ്റിംഗ് കഴിഞ്ഞതിനാൽ ഇനി 2029 പൊതു തെരഞ്ഞെടുപ്പിന് ശേഷം മാത്രമേ ആദ്യ ലോക്സഭാ സിറ്റിംഗിൻ്റെ നിയമന തീയതി വിജ്ഞാപനം ചെയ്യാനാകൂ. 2034 മാത്രമേ നിയമസഭയിലേക്കും പാർലമെൻറ്റിലേക്കും ഒറ്റ തെരഞ്ഞെടുപ്പ് നടത്താനാവുകയുള്ളൂ എന്നാണ് അതിനർത്ഥം. 82(a)(1) എന്ന വ്യവസ്ഥ പ്രകാരം പൊതു തെരഞ്ഞെടുപ്പിന് ശേഷം ലോക്സഭയുടെ ആദ്യ സിറ്റിംഗിൻ്റെ തീയതി രാഷ്ട്രപതി വിജ്ഞാപനം ചെയ്യേണ്ടതുണ്ട്. നിയമന തീയതി എന്നാണ് ഇത് അറിയപ്പെടുക. 82(a)(2) എന്ന വ്യവസ്ഥ പ്രകാരം പ്രസ്തുത നിയമന തീയതിക്ക് ശേഷം തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ നിയമസഭകൾക്കും അടുത്ത പാർലമെൻ്ററി തെരഞ്ഞെടുപ്പ് വരെ മാത്രമേ കാലാവധി ഉണ്ടാവുകയുള്ളൂ. അതായത് അവയുടെ കാലാവധി വെട്ടിച്ചുരുക്കപ്പെടും. 2 ഘട്ടങ്ങളായാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നടപ്പാക്കുക. ആദ്യഘട്ടത്തിൽ ലോക്സഭ നിയമസഭാ തെരഞ്ഞെടുപ്പുകളും 2ാം ഘട്ടത്തിൽ പൊതു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 100 ദിവസത്തിനുള്ളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പ് നടക്കും. ഫലത്തിൽ 2024-നും 2028-നും ഇടയിൽ രൂപീകൃതമാകുന്ന സംസ്ഥാന സർക്കാരുകൾക്ക് കാലാവധി പൂർത്തിയാക്കാൻ കഴിയില്ല. 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതുവരെ ആയിരിക്കും അവയുടെ കാലാവധി. അതിനുശേഷം സ്വയമേവ ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടക്കും. തൂക്കുസഭയോ അവിശ്വാസ പ്രമേയമോ അത്തരത്തിലുള്ള എന്തെങ്കിലും സംഭവമോ ഉണ്ടായാൽ പുതിയ സഭ രൂപീകരിക്കുന്നതിന് പുതിയ തെരഞ്ഞെടുപ്പ് നടത്താമെന്ന് റിപ്പോർട്ട് ശുപാർശ ചെയ്യുന്നു. അതേസമയം ഏക വോട്ടർ പട്ടികയും വോട്ടർ ID കാർഡും സംബന്ധിച്ച് നിർദ്ദേശിച്ച മാറ്റങ്ങൾക്ക് കുറഞ്ഞത് പകുതി സംസ്ഥാനങ്ങളുടെ അംഗീകാരം ആവശ്യമാണ്. എന്നാൽ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് കൊണ്ട് നേട്ടം ഉണ്ടാകുമെന്ന് കേന്ദ്ര സർക്കാർ ആവർത്തിച്ച് പറയുന്നു. തെരഞ്ഞെടുപ്പ് ഒരുമിച്ചായാൽ നടത്തിപ്പുമായി ബന്ധപ്പെട്ട ചെലവുകൾ സർക്കാരിനും പ്രചരണവുമായി ബന്ധപ്പെട്ട ചെലവുകൾ രാഷ്ട്രീയ പാർട്ടികൾക്കും കുറയും. ഒറ്റ രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പിന് പാർട്ടികൾക്കിടയിൽ സമവായമായാലും തയ്യാറെടുപ്പിന് കൂടുതൽ സമയം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചോദിച്ചേക്കും. എന്നാൽ നിയമം പ്രായോഗികമല്ല എന്ന വാദം ഒരു വശത്ത് ഉയർന്നു വരുന്നു. അതിൽ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്ന വിമർശനം നിയമം പ്രാബല്യത്തിൽ വരുന്നതോടെ ലോക്സഭയുടെ കാലാവധിക്കൊപ്പം നിയമസഭകളുടെ കാലാവധിയും അവസാനിക്കുന്നതാണ്. കൂടാതെ ഫെഡറലിസത്തെ തകർക്കുന്നതാണ് ബില്ല് എന്ന വിമർശനവും പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്നു. ലോക്സഭയിൽ അവതരിപ്പിച്ചിരിക്കുന്ന ബില്ല് വിശദമായ കൂടിയാലോചനകൾക്കായി പാർലമെൻറ്റിൻ്റെ സംയുക്ത സമിതിക്ക് വിടാൻ തീരുമാനിച്ചിട്ടുണ്ട്. 2034 രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കേണ്ടി വരും. Do you miss the flavor of Kerala? The sound of the chenda? The taste of sadhya? The beauty of our backwaters? Pravasi Bharati Radio Network brings you the best of Kerala, no matter where you are in the world. Headed by the veteran broadcaster Mr. Chandra Senan, our network is dedicated to bring you the authentic flavor of Kerala. With 8 channels broadcasting in 18 countries, we reach 4.2 crores of Malayalis worldwide. Get ready to experience the flavor of Kerala, no matter where you are. Pravasi Bharati Radio Network, launching soon.